ഓം ശാന്തി. അർജുൻ എന്നു പേരുള്ള ഒരു നിർധനനായൊരു യുവാവുണ്ടായിരുന്നു. അവനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എത്ര ഭാഗ്യഹീനനാണ്, എന്നെപ്പോലെ ഭാഗ്യദോഷിയായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകും. എന്തിനാണ് ഞാനിവിടെ ജനിച്ചത്? അവന്റെ മുഖം എപ്പോഴും ഉദാസീനായിരിക്കും. അവൻ ഇഷ്ടപ്പെട്ടത് എന്തോ അതൊന്നും അവന്റെ ജീവിതത്തിൽ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഫലത കാണുമ്പോൾ അവന്റെ മനസ്സ് വല്ലാത്ത ഫീലിങ്സ് ആണ്. നമുക്കറിയാലോ, അസൂയാണോ, വിദ്വേഷമാണോ, പകയാണോ എന്നറിയില്ല. തന്നോട് ആത്മനിന്ദയും മറ്റുള്ളവരോട് എന്താണ് ഒരു വിഷമവും വെറുപ്പും എന്തൊക്കെയോ അവന്റെ മനസ്സിൽ ആ ചിന്തകളുണ്ടാവും. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണും, അവൻ കമ്പയർ ചെയ്യും അവരുമായിട്ട് സ്വയത്ത്. അപ്പോ അവന് വല്ലാത്ത അപരിഷിതാബോധവും ആത്മനിന്ദയും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവൻ തൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. അദ്ദേഹം അർജുനോട് പറഞ്ഞു, അർജുൻ, നീ ഒരു ദിവസം ഈ വാതിൽക്കൽ വന്നിരിക്കണം. ഇപ്പോഴും വാതിലിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ വാതിൽ കടന്നകത്തേക്ക് പോകുന്നില്ല. നീ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നീ വാതിലിൽ കടന്നു പോകാത്തത്? നിനക്ക് ആഗ്രഹമില്ലേ? അപ്പോ അർജുനൻ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ഏത് വാതിൽ കടക്കുന്ന കാര്യം പറയുന്നത്? ഇത് കേട്ട് സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അറിവിന്റെ വാതിൽ. അതിപ്പോൾ നിന്റെ മുൻപിലുണ്ട്, പക്ഷെ ആ വാതിൽ തുറക്കാനുള്ള ചാവി അത് ഞാൻ നിനക്ക് നൽകാം. ഇത് പറഞ്ഞുകൊണ്ട് സാധു അർജുനന് ഒരു പുസ്തകം നൽകി. ആത്മീക ജ്ഞാനത്തിന്റെയും സ്വപരിവർത്തനത്തിന്റെയും ഗാഥയായിരുന്നു അത്. ആ പുസ്തകം കിട്ടിയ ദിവസം മുതൽ അർജുനൻ വളരെ ശ്രദ്ധയോടുകൂടി ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അതിന്റെ പേജുകൾ മറിച്ച് മറിച്ച് മുൻപോട്ട് പോകെ അവന്റെ ഉള്ളിൽ ഒരു ശരിയായ തിരിച്ചറിവ്, ഒരു ബോധം അവൻ ഡെവലപ്പ് ചെയ്തു. ഞാൻ ആത്മാവാണ്, ഞാൻ ശക്തിശാലി ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്. പതുക്കെ പതുക്കെ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ ഓരോ ജോലിയും വളരെ ഉത്സാഹത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ആത്മനിന്ദയില്ലാതെ, അപകർഷതാബോധമില്ലാതെ അവന് ചെയ്യാൻ തുടങ്ങി. അവൻ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ ഉള്ളിൽ സ്വയം അവൻ സന്തോഷം അനുഭവിക്കാൻ ആരംഭിച്ചു. ഇത്ര നാളും കിട്ടാത്ത ചില നല്ല നല്ല ഫീലിങ്സുകൾ, ചില അനുഭൂതികൾ അവനിൽ ഉണ്ടായി. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു, അർജുൻ ഇത്ര പെട്ടെന്ന് മാറിയോ? എന്തു മാറ്റമാണ് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത്? ആ ചോദ്യം കേട്ട ഉടൻ തന്നെ അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറിവിന്റെ താക്കോൽ ലഭിച്ചു. അപ്പൊ എന്റെ ഭാഗ്യത്തിന്റെ ഖജനാവ്, ഭാഗ്യത്തിന്റെ പെട്ടി ഞാൻ തുറന്നു കഴിഞ്ഞു. ഞാൻ എല്ലാ ഭാഗ്യത്തെയും സ്വായത്തമാക്കിയിരിക്കുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആ ഗ്രാമത്തിലെ ഏറ്റവും ബുദ്ധിമാനും എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ട് അവൻ മാറി, സമ്പന്നനായി. എന്നാൽ വാസ്തവത്തിൽ ബാഹ്യമായ ധനം കൊണ്ടായിരുന്നില്ല അർജുൻ സമ്പന്നനായത്, പകരം ആന്തരികമായ ഖജനാവുകൾ കൊണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? നോളജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കീ. അറിവാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന താക്കോൽ. ആ താക്കോൽ ലഭിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള നോളജ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് കോംപ്ലിക്കേഷൻസും നമുക്ക് ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ നോളജ് റിവീൽസ് അവർ ട്രൂ സെൽഫ്, ഇൻഹറന്റ് പവേഴ്സ്. ഈ അറിവ് കിട്ടിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, എൻ്റെ ശക്തി എന്താണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ഡയറക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഈ സംഗമയുഗത്തിന്റെ പ്രത്യേകത. ഇതൊരു ട്രാൻസ്ഫോർമേഷണൽ ഫേസ് ഓഫ് ലൈഫ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരിവർത്തനത്തിന്റെ സമയം. അതുകൊണ്ട് ഇതിനെ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയാം. ഈ സമയത്ത് ലഭിക്കുന്ന ഈ ശ്രേഷ്ഠമായ ജ്ഞാനം നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ ഭാവിയെയും ഒരുക്കിത്തരുന്നു, ചിട്ടപ്പെടുത്തിരുന്നു. പിന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അറ്റൈൻമെന്റ് ഓഫ് അൺലിമിറ്റഡ് ഫോർച്യൂൺ. പരിധികളില്ലാത്ത ഭാഗ്യത്തിന്റെ പ്രാപ്തി നമുക്ക് ഇതിലൂടെ നേടാൻ സാധിക്കുന്നു.
പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ട്രൂ ഹാപ്പിനെസ്, നമ്മുടെ ഉള്ളിൽ ശരിയായ സന്തോഷത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നു. പിന്നെയോ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ്നെസ്, ഞാൻ നിറഞ്ഞിരിക്കുന്നു, ഞാൻ സമ്പന്നനാണ്, സമ്പൂർണ്ണമാണെന്നുള്ള ഫീലിങ്സ് നമുക്കുണ്ടാകും. ആ ഫീലിങ്സ് എപ്പോൾ ലഭിക്കുന്നു? എ നോളജബിൾ സോൾ ലാക്സ് നത്തിങ്. ഒരു ജ്ഞാനിയായ ആത്മാവിന് ഇല്ലാത്തതായിട്ടൊന്നുമില്ല, കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഫോർ ഇറ്റ് ഇസ് ഫുൾ ഓഫ് ഇന്റേണൽ ട്രെഷർ. അത് ശരിക്കും ആന്തരികമായ സമ്പാദ്യമായിരിക്കും. പീസ്, ലവ്, പവർ, ജോയ് ആൻഡ് ട്രൂ വിസ്ഡം. ശരിക്കുള്ള വിജ്ഞാനം, സന്തോഷം, ശക്തികൾ, സ്നേഹം, ശാന്തി എന്നീ ഗുണങ്ങളാൽ ആ ആത്മാവ് എപ്പോഴും സമ്പന്നമായിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ നൽകുന്ന ഈ ജ്ഞാനത്തിന്റെ ചാവി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാഗ്യത്തിന്റെ ആ ഖജനാവിനെ തുറക്കൂ, സദാ സമ്പന്നമായിരിക്കും. ഓം ശാന്തി.